നമസ്കാരം. ഓൺ 40 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര ജീവനക്കാർക്കും പെൻഷൻകാർക്കും സന്തോഷ വാർത്ത. DA വീണ്ടും ഉയർന്നു. വയനാട് ടൗൺഷിപ്പിൽ വിള്ളൽ വിവാദം. സന്ദർശനം നടത്തി മന്ത്രി കെ രാജൻ. KCയെ മുഖ്യമന്ത്രിയാക്കണം. ഗാർഗയ്ക്ക് മുന്നിൽ ആവശ്യവുമായി കെ സുധാകരൻ. കോഴിക്കോട് പാലേരിയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. മലപ്പുറം ജില്ലാ സ്കൂൾ വാട്ടർ പോളോ മത്സരത്തിന്റെ താരങ്ങളുടെ കൂട്ടത്തല്ല്. കേന്ദ്ര ജീവനക്കാർക്കും പെൻഷൻകാർക്കും സന്തോഷ വാർത്ത. DA വീണ്ടും ഉയർന്നു. വിലക്കയറ്റത്തിന്റെ സമ്മർദ്ദം ഉയർന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും ആശ്വസിപ്പിക്കുന്ന നിർണായക തീരുമാനവുമായി കേന്ദ്ര മന്ത്രിസഭ രംഗത്തെത്തി. ക്ഷാമബത്ത 2% വർദ്ധിപ്പിക്കാനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത്. പണപ്പെരുപ്പത്തെ നേരിടാൻ ജീവനക്കാരുടെ ശമ്പളത്തിൽ ഉൾപ്പെടുത്തുന്ന പ്രധാന ഘടകമാണ് DA. ഇതിലെ വർധനവ് നേരിട്ട് പ്രതിമാസ വരുമാനത്തിൽ മാറ്റമുണ്ടാക്കും. ഒക്ടോബറിൽ നടന്ന അവസാന പരിഷ്കരണത്തിൽ DA 55% നിന്ന് 58% ഉയർന്നിരുന്നു. 2025 ജൂലൈ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നിരുന്നു. പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതോടെ DA 60% ഉയരും. വർഷത്തിൽ 2 തവണയാണ് DA പുതുക്കുന്നത് എന്നതിനാൽ ഈ വർധനവ് ജീവനക്കാർക്ക് സ്ഥിരമായ സാമ്പത്തിക പിന്തുണയായി മാറുന്നു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിലെ വീടുകളിൽ വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ സന്ദർശനം നടത്തി. CPM നേതാക്കൾക്കൊപ്പമെത്തിയ മന്ത്രി വിവാദങ്ങൾ തള്ളിക്കളഞ്ഞെങ്കിലും നിർമ്മാണത്തിലെ അപാകതകൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ടൗൺഷിപ്പിലെ വീട്ടിൽ വിള്ളൽ കണ്ടെത്തിയെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് മന്ത്രി നേരിട്ടെത്തി പരിശോധന നടത്തിയത്. മേൽക്കൂരയിൽ വെള്ളം കിനിഞ്ഞിറങ്ങിയ പാടുകൾ മാത്രമാണുള്ളതെന്നും വിള്ളലുകളില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. KCയെ മുഖ്യമന്ത്രിയാക്കണം. ഗാർഗയ്ക്ക് മുന്നിൽ ആവശ്യവുമായി കെ സുധാകരൻ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ നേരിട്ട് കണ്ട് ഇക്കാര്യം ഉന്നയിച്ചു. പ്രതിപക്ഷ മുന്നേറ്റത്തിന് തറയൊരുക്കിയത് KC ആണെന്ന് സുധാകരന്റെ വാദം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളിൽ തെറ്റില്ലെന്ന് കെ സുധാകരൻ ഇന്നലെ പറഞ്ഞിരുന്നു. ചർച്ച നടക്കട്ടെയെന്നും അതിനെന്താണ് കുഴപ്പമെന്നും അദ്ദേഹം ചോദിച്ചു. മുഖ്യമന്ത്രി ചർച്ചകൾക്കെതിരെ MK രാഘവൻ വിമർശനം ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും സുധാകരൻ പറഞ്ഞു. കോഴിക്കോട് പാലേരിയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. തിരുവള്ളൂർ സ്വദേശികളായ ബാലൻ ഷിജി ദമ്പതികളുടെ മകൻ സിദ്ധാർത്ഥാണ് മരിച്ചത്. മാതാവിനൊപ്പം കുറ്റ്യാടിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് 15-കാരൻ അപകടത്തിൽപ്പെട്ടത്. തിരുവള്ളൂർ ശാന്തിനികേതൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. SSLC പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കവെയാണ് ദാരുണാന്ത്യം. മൃതദേഹം പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മലപ്പുറം ജില്ലാ സ്കൂൾ വാട്ടർ പോളോ മത്സരത്തിന്റെ താരങ്ങളുടെ കൂട്ടത്തല്ല്. മലപ്പുറം ജില്ലാ സ്കൂൾ വാട്ടർ പോളോ മത്സരത്തിനിടെയാണ് ഏറ്റുമുട്ടൽ. ഫലനിർണയത്തെ ചൊല്ലിയാണ് തർക്കം തുടങ്ങിയത്. പിന്നീട് തർക്കം കയ്യാങ്കളിയിലേക്ക് കടക്കുകയായിരുന്നു. തെറ്റുകൾ ചില താരങ്ങൾ ചോദ്യം ചെയ്തതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. വാക്കുതർക്കമുണ്ടായതോടെ അധ്യാപകർ ഇടപെട്ടു. എന്നാൽ സംഭവം സംഘർഷത്തിലേക്ക് നീങ്ങി. പിന്നാലെ ഒഫീഷ്യൽസും മത്സരാർത്ഥികളും തമ്മിൽ തർക്കമായി. സംഘർഷത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റതായാണ് വിവരം. സംഭവത്തിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തുവന്നു. അടിപിടിയിൽ അധ്യാപകർക്ക് അടക്കം പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ തിരൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അരീക്കോട്, വേങ്ങര സബ് ജില്ലാ ടീമുകളുടെ മത്സരത്തിനിടെയാണ് തല്ലുണ്ടായത്.